ഹലോ, ഞങ്ങളിന്ന് നാളെ ഫ്രൈഡേയും സാറ്റർഡേ ആണല്ലോ. അപ്പം നാളെയും മറ്റന്നാളും ലീവാണ്. അപ്പം ഇന്ന് ഞങ്ങൾ പിശ കഴിക്കാൻ പോകും. എന്ത് കഴിക്കാനാ മേലു? പിച്ച കഴിക്കാൻ പോവാണ്. താങ്ക് യു പറയേ. അങ്ങനെ ഞങ്ങളിപ്പോൾ പപ്പ ജോൺസിലോട്ട് എത്തി. ഞങ്ങൾക്ക് കുറച്ചുകൂടി അടുത്തായിട്ടുള്ളത് ഇതാണ്. അപ്പോൾ പിസ്സ എന്ന് പറയുമ്പോൾ മെലിൻ്റെ വിചാരം എന്തോ വലിയ സംഭവമാണ്. കാരണം ഞങ്ങൾ രണ്ടാളും ഓവർ ഹൈപ്പ് കൊടുത്തിട്ടാണ് കേട്ടോ അവനെ കൊണ്ടുപോകണത്. ഇല്ലെങ്കിൽ അവന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കരഞ്ഞ് വേറെ എന്തെങ്കിലും ബലൂൺ എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. അപ്പം ഞങ്ങൾ എന്തോ പിസ്സ എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര വലിയ ഫുഡാണെന്ന് പറഞ്ഞിട്ടൊക്കെ കൊണ്ടുപോകണം. പിന്നെ എനിക്കും ഋതുവിനും പൊതുവെ പിസ്സ വലിയ ഇഷ്ടമല്ലാത്തൊരു ഫുഡാണ്. ഞങ്ങൾ കുറേ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കൊല്ലം 2 കൊല്ലത്തോളം അടുത്തായി പിസ്സ കഴിച്ചിട്ട്. അപ്പോൾ പിസ്സ ഡേറ്റ് എന്ന് പറയാൻ കാരണം തന്നെ ഇതാണ്. കാരണം അത് ഞങ്ങൾ വല്ലപ്പോഴും പ്രിഫർ ചെയ്യുന്നൊരു ഫുഡാണ്. അങ്ങനെ സ്ഥലം എത്തി 2 പിസ്സ മീഡിയം സൈസൊക്കെ ഞങ്ങൾ ഓർഡറാക്കി. മെക്സിക്കൻ ചീസിയാണ് കേട്ടോ ഓർഡറാക്കിയത്. അപ്പോൾ ഞങ്ങൾ ഓർഡറാക്കിയിട്ടൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതൊരു അരമണിക്കൂറും കടന്നു കേട്ടോ. ഫുഡ് ലേറ്റ് ആവുന്നതിലല്ല പ്രശ്നം. ആക്ച്വലി ഞങ്ങൾക്ക് കുട്ടീനെ അത്രയും നേരം മാനേജ് ചെയ്യലാണ് പ്രശ്നം. പിന്നെ ഒരു സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് സേഫായിരുന്നു. അതായത് ഇവൻ അത്രയും ഓടി കളിച്ചിട്ടൊക്കെ എത്രയോ വട്ടം വീണു, ഒരു 4-5 വട്ടം വീണു. പക്ഷെ ഒന്നും പറ്റിയില്ല. അങ്ങനത്തെ കുറച്ച് സേഫ് പ്ലേസ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ വെയിറ്റ് ചെയ്താലും വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, അവനെ ഒരു ചെയർ അവിടെ കണ്ടോ, ഇരിക്കൊന്നുമില്ല, എന്നാലും കുറച്ച് സമയം അതായിട്ട് ചുറ്റും പറ്റി നടക്കുമല്ലോ വിചാരിച്ചിട്ട് അത് തള്ളിക്കൊണ്ടുവന്ന്. പക്ഷേ എവിടെ ആശാൻ അതിലൊന്നും ഇരുന്നില്ല. എന്നിട്ട് അവന് അപ്പുറത്ത് കുട്ടികൾ വന്നാൽ അവരെ പോയി തോണ്ടുക, അവരുടെ അടുത്ത് ചിരിക്കുക, ഓരോന്ന് കാണിക്കുന്നതായിരുന്നു. പിന്നെ ഇവിടെ ഒരാൾക്ക് എൻ്റെ ലിപ്സ്റ്റിക്ക് പോരാന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നാളെ വേറെ വാങ്ങിത്തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓക്കെ. പിന്നെ അതാ മില്ലനൊരു ബലൂണൊക്കെ കൊടുത്തു അവർ. കാരണം ഞങ്ങൾ ഇവരെ ടോയ്സോ അല്ലെങ്കിൽ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവനാണെങ്കിൽ ഒരു 5-6 വട്ടം വീണപ്പോൾ അവരൊരു ബലൂണൊക്കെ എടുത്തു കൊടുത്തു. അങ്ങനെ അവസാനം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫ്രൈസ് വന്നു. പൊട്ടാറ്റോ ഫ്രൈസ്. അത് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിസ്സയും വന്നു. അപ്പോൾ പിസ്സ വെയിറ്റ് ചെയ്തതിന് വേർത്തായിട്ട് തോന്നി. കാരണം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 15 മിനിറ്റ് ഞങ്ങൾക്ക് ചൂടാറാൻ തന്നെ എടുത്തിട്ടു. അത്രയും ചൂടായിരുന്നു. പിന്നെ ഞങ്ങൾ മിലനെയും കൊടുത്തു നോക്കി. അവനെ പിന്നെ പൊതുവേ ഇത് ഫുഡിനോടും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. അവനിറങ്ങിപ്പോയി. പിന്നെ ഞാൻ മാക്സിമം കുറേ പീസ് കഴിച്ചു. ഒരു 7-8 പീസ് ഞാൻ തന്നെ കേട്ടോ കഴിച്ചത്. പിന്നെ ഒരു പ്ലേറ്റും സ്പൂണും ഒക്കെ കാണിച്ച ആളെ ഇവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അങ്ങനെ അവൻ ആ ഫ്രൈസൊക്കെ ആയിട്ട് അങ്ങനെ കളിക്കുമായിരുന്നു. പിന്നെ ഡ്യൂ കണ്ടാൽ ഇങ്ങനെ ജങ്ക് ഫുഡൊക്കെ കണ്ടാലേ അവനെ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അത് വേണം പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ അതിനൊരു 2 തുള്ളി കൊടുത്തപ്പോഴുള്ള എക്സ്പ്രഷനാണ് ആ കണ്ടത്. പിന്നെ അതിലേറെ എക്സ്പ്രഷനാണ് ഇപ്പുറത്തുള്ള ആളിടുന്നത്. അതെന്തിനാണാവോ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, പിസ്സയൊക്കെ കഴിച്ചൊരു 10 മണിയായി. 8 മണിക്ക് പോയതാണ്, പക്ഷേ 10 മണിക്കാണ് തിരിച്ച് വരുന്നത് കേട്ടോ. പിന്നെ അവന് പൂച്ച എന്ന് പറയുമ്പോൾ ഫേവററ്റാണ്. അപ്പോൾ പിന്നെ കുറച്ച് നേരം അതിനെയൊക്കെ കണ്ട് ഞങ്ങൾ ഹാൻഡ് വാഷ് മുകളിലാണ്, അങ്ങനെ അങ്ങോട്ടേക്ക് പോയി. പിന്നെ ഞങ്ങൾ ബില്ലിംഗ് കൗണ്ടറിൽ ഒരു അത്യാവശ്യം നേരം നിന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാം ഞങ്ങൾക്ക് ഭയങ്കര ടൈം ടേക്കിംഗ് ആയിട്ടാട്ടോ തോന്നിയത്. പക്ഷേ എന്തായാലും കുഴപ്പമില്ല, വല്ലപ്പോഴും അല്ലേ. പിന്നെ രണ്ടാളുടെയും സ്നേഹപ്രകടനമൊക്കെ ആയിരുന്നു അവിടെ. മേലിനാണെന്നുണ്ടെങ്കിൽ ഉമ്മ കൊടുത്തിട്ടും തീരുന്നില്ല. പിസ്സ സൂപ്പറായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷെ അവന് ടേസ്റ്റ് പോലും നോക്കിയിട്ടില്ല. പക്ഷെ എക്സ്പ്രഷനൊക്കെ കണ്ടാൽ എല്ലാവരും വിചാരിക്കും ഭയങ്കര ഫുഡിയാണെന്ന്. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരികയാണ് ആള്. പിന്നെ ഞങ്ങൾ വരുമ്പോൾ പിസ്സ എങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ ഇനിയിപ്പോൾ നാളെ എന്താ വേണ്ടതെന്നൊക്കെ അങ്ങനെ ചോദിച്ച് വരികയായിരുന്നു. പക്ഷേ എവിടെ ആൾക്ക് ഇനിയിപ്പോൾ വണ്ടി ഓടിക്കണം എന്നാണ് അടുത്ത കംപ്ലൈൻറ്റ്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കരച്ചിലായി. അവൻ്റെ സ്ഥിരം തനി സ്വരൂപെടുത്തത് കരയാൻ തുടങ്ങി. പോകുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, വരുമ്പോൾ എന്നും കരച്ചിലായിരിക്കും. അങ്ങനെ വരുന്ന വഴിക്ക് കുറച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ തരാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് ഒരുവിധം പറഞ്ഞ് ഇരുത്തിയത്. പിന്നെന്താ, ഇപ്പോഴല്ലേ പറ്റിക്കാൻ പറ്റുള്ളൂ ഇവരെ. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴേക്കും ആളുറങ്ങി. അപ്പം ഇനി നാളെ കാണാം. ബൈ ബൈ.